കവികളും സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ അതേ ഇതിൽ തന്നെ നിന്ന് ചിന്തിച്ചു കൊള്ളണം എന്നൊരിക്കലും കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷം ശാഠ്യം പിടിച്ചിട്ടേയില്ല. അദ്ദേഹത്തിന്റെ നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേക്കുറിച്ച് അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ. നമുക്ക് കേരളത്തിൽ 2006 മുതൽ 11 വരെ, 2011 മുതൽ 16 വരെ, പിന്നെ 16 മുതൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കുറേ ഗവൺമെന്റുകൾ നമ്മുടെ മുമ്പിൽ അനുഭവത്തിലുണ്ട്. 2011 മുതൽ 16 വരെ അധികാരത്തിലിരുന്ന UDF ഗവൺമെന്റിനെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം വീണ്ടും അവരുടെ ഒരു ഭരണം വരട്ടെ എന്ന് ആഗ്രഹിക്കാൻ. അത് കേരളത്തിനൊട്ടും ഗുണകരമാവില്ല. വികസനത്തിന്റെയും ക്ഷേമപ്രവർത്തനങ്ങളുടെയും കാര്യത്തിൽ വളരെ പുറകിലായിരുന്നു. മാത്രമല്ല വലിയ പരാജയമായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നത്. സമാനതകളില്ലാത്ത ദുരിതങ്ങളിലൂടെ കേരളം കടന്നുപോയ നാളുകളായിരുന്നു 2011-16 ആ ഭരണ കാലഘട്ടം. എല്ലാവരുടെയും ഓർമ്മകളുള്ളതാണ്. അദ്ദേഹം അത് മറന്നതായിട്ടാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അത് ഓർക്കാത്തത് കൊണ്ടും സംഭവിച്ചതായിരിക്കാം. ആ ഒരു കാലം വീണ്ടും വരണമെന്ന് ആരും ആഗ്രഹിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, അത് എൻ്റെ ആഗ്രഹമല്ലല്ലോ അദ്ദേഹത്തിന്റെ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ല. തീർച്ചയായിട്ടും അങ്ങനെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഞങ്ങളൊക്കെ നിൽക്കുകയും ചെയ്യും. അത് സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണല്ല, ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത തന്നെയാണ്. ഞങ്ങളുടെ ഒരു ചട്ടക്കൂട്ടിനകത്ത് മാത്രം നിൽക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ മാത്രം എഴുതുന്ന സാഹിത്യകാരന്മാരെ നോക്കിയല്ല ഈ രംഗങ്ങളിലേക്കെല്ലാം വെക്കുന്നത്. ഏറ്റവും പ്രമുഖരായ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരാണ് ഇതിന്റെയൊക്കെ ചുമതലകളിൽ ഇരിക്കുന്നെല്ലാം. അവരുടെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നുവെന്ന് മാത്രം കണ്ടാൽ മതി. അതിന്റെ അർത്ഥം അദ്ദേഹം ഒരു ഇടതുപക്ഷ വിരുദ്ധനാണെന്നോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്നോ അല്ല. പാലക്കാട് ജില്ലയിലൊക്കെ കേരള ബാങ്ക് വഴി സംഭരിക്കുമെന്ന് പറയുന്നു. നമ്മുടെ കുട്ടനാടൻ മേഖലയിൽ എന്താണ് ഇതിനൊരു രീതി എന്താണ്? ഒപ്പം തന്നെ വേറെ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നത്, ഈ അടുത്ത മാസം ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ കൊയ്ത്തിന്റെ സീസൺ അങ്ങ് സജ്ജവും, പിന്നെ ഇടപെടലൊന്നും നടക്കത്തില്ല. അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ നെല്ല് സംഭരണം, നെൽകൃഷിയും ഇതുമായെല്ലാം ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിനിടയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. കർഷകർ ഉയർത്തിയ പ്രശ്നങ്ങളുണ്ട്, പരാതികളുണ്ട്, മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമുണ്ട്, ചൂണ്ടിക്കാണിച്ച വസ്തുതകളുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പഴുതുകളെല്ലാം അടച്ച് കുറ്റമറ്റ രീതിയിൽ ആ നെല്ല് സംഭരണം കൊണ്ടുപോകണം, കാര്യക്ഷമമായി ഈ സംഭരണം നടക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റിയെ കൃഷി വകുപ്പ് മുൻകൈയെടുത്ത് നിയോഗിച്ചത്. ശ്രീ ബേബി അധ്യക്ഷനായ ആ കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് തന്നു, വിവിധ ഘടകങ്ങളിൽ ചർച്ച ചെയ്തു. ഗവൺമെന്റ് മന്ത്രിസഭാ ഉപസമിതി അതിനുവേണ്ടി നിശ്ചയിച്ചു. ആ മന്ത്രിസഭാ ഉപസമിതി നിരവധി തവണ ചർച്ചകൾ നടത്തി. ബേബി കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് നമുക്ക് അടിയന്തരമായി നടപ്പിലാക്കേണ്ടത്, ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട ഏതെല്ലാമാണ് എന്നീ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ യോഗം വിളിച്ചു, ഇക്കാര്യം ചർച്ച ചെയ്തു. അന്തിമമായി ക്യാബിനറ്റ് ബേബി കമ്മിറ്റി റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിക്കുകയും ഘട്ടം ഘട്ടമായി നടപ്പിലാക്കേണ്ടതിനെക്കുറിച്ച് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. അതിന്റെ ഒരു ആദ്യപടി എന്നുള്ള തരത്തിലാണ് പാലക്കാട് പൈലറ്റായിട്ട് ഇതിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അതിന്റെ ഒന്നാമത്തെ കാര്യം തന്നെ സംഭരിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ പണം ലഭ്യമാക്കുക എന്ന് പറയുന്ന ഇടത്തേക്കാണ്. നേരത്തെ പറഞ്ഞ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കേരള ബാങ്കിനെ ഇക്കാര്യത്തിൽ ചുമതലപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുകൾ, സൊസൈറ്റികൾ, അവർ നെല്ല് സംഭരണത്തിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന തരത്തിലേക്ക് എത്തുകയാണ്. നോഡൽ ഏജൻസി സപ്ലൈകോ തന്നെയായിരിക്കും. പാക്സുകൾ, പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ സംഭരണത്തിൽ ഇടപെട്ട് സംഭരിച്ച് വളരെ വേഗത്തിൽ തന്നെ കർഷകർക്ക് പണം നൽകുന്ന സംവിധാനം കൊണ്ടുവരികയാണ്. എന്തെങ്കിലും പോരായ്മകൾ അവിടെ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ തിരുത്തി നാളെ അത് സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പൈലറ്റ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സഹകരണ സ്ഥാപനങ്ങൾക്ക് ഇക്കാര്യത്തിൽ അതൊരു വലിയ പങ്ക് നിർവഹിക്കാൻ കഴിയും. ആ പങ്ക് നിറവേറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. കുട്ടനാടൻ മേഖലയിലെ നെൽകൃഷിയുമായി അല്ലെങ്കിൽ കൊയ്ത്തുമായെല്ലാം ബന്ധപ്പെട്ട് അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. നേരത്തെ ഉള്ള രീതിയിലായിരിക്കും ഇവിടെ സംഭരണത്തിന്റെ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോവുക. കൃത്യമായ എന്നവണ്ണം ആ സംഭരണം നടക്കുന്നതിനും കൊയ്ത്ത് നടക്കുന്നതിനുമുള്ള ഇടപെടലുണ്ടാവും. നമ്മൾ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന്, കാര്യക്ഷമതയുള്ള യന്ത്രങ്ങൾ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ഏജന്റന്മാർ വഴിയൊക്കെ ഇവിടെ എത്തുന്ന യന്ത്രങ്ങൾ ഇതിന്റെ കൃത്യമായി കാര്യക്ഷമതയുള്ളതാണോ എന്ന് പരിശോധിക്കാൻ പ്രത്യേകമായൊരു സംവിധാനത്തെ ചുമതലപ്പെടുത്തുന്നതായിരിക്കും. അവർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ യന്ത്രങ്ങളുടെ കാര്യത്തിലുള്ള പരിശോധന നടത്തും. മോശപ്പെട്ട യന്ത്രങ്ങളെ ഒഴിവാക്കും.
മറ്റൊന്ന് ഇതിന്റെ റേറ്റ് നിശ്ചയിക്കുന്നതാണ്. അടുത്ത ദിവസം കളക്ടറേറ്റിൽ ഇതിന്റെ യോഗം ചേരുന്നുണ്ട്. അതിന്റെ റേറ്റ് നിശ്ചയിക്കുന്ന തരത്തിലേക്ക് എത്തും. ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീം കുട്ടനാടൻ പാടശേഖരങ്ങൾ ഉണ്ടാവും. എവിടെയാണോ പ്രതിസന്ധി ഉള്ളത് അവിടങ്ങളിലേക്ക് എത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയായിരിക്കും ആ RRT ഉണ്ടാവുക. കിഴിവ്, മറ്റ് പ്രശ്നങ്ങൾ അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന മുറയ്ക്ക് അങ്ങനെ തർക്കങ്ങളുണ്ടായാൽ അതിൽ ഇടപെടുന്നതിനായിട്ട് 1-2 ലെയറുകളിലായി ഉദ്യോഗസ്ഥരുടെ സംവിധാനം ഉണ്ടാവും. ഫസ്റ്റ് ലെയർ ഉദ്യോഗസ്ഥർ പോയി അത് പരിഹരിക്കപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ സെക്കൻഡ് ലെയറിൽ അവരെക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സംഘം അത് പരിശോധിച്ച് നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തിയിട്ട് ആ നെല്ല് സംഭരണം കാര്യക്ഷമമാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തൽ. ഇങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കത്തക്ക കാര്യത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി, ഒരു റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടായിരിക്കും ഗവൺമെന്റ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുക. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിൽ കർഷകർക്ക് ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞങ്ങളൊക്കെ നിശ്ചയിച്ചത്. ബന്ധപ്പെട്ട തരത്തിൽ ഉദ്യോഗസ്ഥരെ അതിനുവേണ്ടി പൂർണ്ണമായ ചുമതല നൽകി